145 സങ്കീർത്തനത്തിന്റെ 18 വാക്യം നമുക്ക് പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. 18 വാക്യം. ആ വാക്യം എന്നോട് വായിച്ചേ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. പരമാർത്ഥ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥൻ. പരിഭാഷയിൽ കിടക്കുന്ന വാക്ക് അങ്ങനെയാണ്. പരമാർത്ഥ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവ സേവയാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ്. നാം എല്ലാവരും ദൈവത്തെ സേവിക്കുന്നവരാണ്. നമ്മുടെ സഭയുടെ തന്നെ യുവജനങ്ങൾ, അതായത് BYPയുടെ ആപ്തവാക്യം തന്നെ സേവനത്തിനായി വിളിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആരെ സേവിക്കാൻ വേണ്ടി? ദൈവത്തെ സേവിക്കാൻ വേണ്ടി. ആ ദൈവ സേവയെ ആത്മാർത്ഥമായി നന്നായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ സഹജീവികളെയും കൂടെ സ്നേഹിപ്പാനുള്ള, അല്ലെങ്കിൽ അവരെയും കൂടെ സേവിപ്പാനുള്ള മനോഭാവം നമുക്കുണ്ടാവും. എന്റെ ഏകോദര സഹോദരങ്ങളാണ്, ദൈവസ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. ദൈവസ്നേഹത്തിന്റെ തികവിലാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുമ്പോഴാണ് എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന എന്റെ സഹജീവികളെയും കൂടി സേവിപ്പാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, മനോബോധ്യം ഇതിലേക്ക് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തെ അറിഞ്ഞ എല്ലാ ദൈവമക്കളും ദൈവത്തെ സേവിക്കുന്നവരാണ്. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, പരമാർത്ഥത. സാധാരണ വായിക്കുന്ന ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതെന്ന് പറഞ്ഞ സത്യത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുക, പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുക, കളങ്കമില്ലാതെ തന്നെ വിളിച്ചപേക്ഷിക്കുക, സ്ഥാപിത താല്പര്യങ്ങളില്ലാതെ വിളിച്ചപേക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത അന്നു മുതൽ, എന്ന് മുതലാണോ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്, അന്നു മുതൽ അവിടെ ഒരു കാഴ്ചപ്പാടാണ്, യോഹന്നാനെ പോലെ ഞാനല്ല, എന്റെ കർത്താവാണ് എന്നിൽ വളരുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിന്ത വരുന്നതെന്ന് അറിയാമോ? ഈ ശ്വാസം തന്നത് ദൈവമായി, ജീവൻ തന്നത് ദൈവമാണ്, ഈ ആരോഗ്യം തന്നത് ദൈവമാണ്, ഈ ശരീരത്തിന്റെ ശില്പി എന്ന് പറയുന്നത് ദൈവമാണ്. ഈ ഭൂമിയിൽ ഞാനൊന്നും കൊണ്ടുവന്നില്ല, എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നത് ദൈവമാണെന്നുള്ളൊരു മനോഭാവം വരുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ഞാൻ ദൈവസേവയിൽ വ്യാപൃതനായിട്ട് മുന്നോട്ട് പോകുന്നു. ഓരോ ദൈവമക്കളും ഉത്തരവാദിത്വ മനോഭാവത്തോടുകൂടെ മുന്നോട്ട് പോകാൻ തയ്യാറിക്കണം. സങ്കല്പപ്രകാരം പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം ആർക്കാണ് സമീപസ്ഥനായിട്ട് വരുന്നത്? പരമാർത്ഥ ഹൃദയത്തോടെ, സത്യസന്ധതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന, ദൈവസേവയിൽ വ്യാപൃതരായി മുന്നോട്ട് പോകുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. പ്രബോധനത്തിന്റെ ഒന്നാമത്തെ സന്ദേശം അതാണ്, പരമാർത്ഥതയോടെ, സത്യസന്ധതയോടെ കർത്താവിനെ നമ്മൾ സേവിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മിലേക്ക് തന്നെ നോക്കുക. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ എത്രമാത്രം പരമാർത്ഥത നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ദൈവമക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ആ സത്യസന്ധത, പരമാർത്ഥത എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ഒടുവിലത്തെ ശ്വാസം വരെയും അതിൽ നിലനിന്ന് പോകാൻ ആവശ്യമായ കൃപ എനിക്ക് നൽകണമേ. ആരെല്ലാം ആ നിലവാരത്തിൽ നിന്ന് വീണുപോയാലും ഞാൻ അങ്ങോട്ട് എന്റെ ദൃഷ്ടി മാഞ്ഞു പോകാതെ, ദൈവം എന്നെ ഏൽപ്പിച്ച ദർശനത്തിൽ, ദൈവം എന്നെ ഏൽപ്പിച്ച അഭിഷേകത്തിന്റെ നിറവിൽ, ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന പരമാർത്ഥത, സത്യസന്ധത എന്നുള്ള ആത്മീയ വിഷയത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം അന്യനല്ല, അങ്ങനെയുള്ളവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഇനി അതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, ആ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് പറയുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ തന്നെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ട് മുകളിലുള്ള വേദഭാഗങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവം സമീപസ്ഥനായിട്ട് വരുന്നത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 14-15 വാക്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് വായിച്ച്. 14-15. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. അടുത്ത വാക്യം, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക് 3 കാര്യങ്ങളിൽ
ദൈവം സഹായകനായിട്ട് വരുമെന്ന് അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവന്. രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ആധുനിക പരിഭാഷയിൽ കിടക്കുന്നത് നിരാശരായിരിക്കുന്നവരെ സർവേശ്വരൻ സഹായിക്കുന്നു, വീണു പോകുന്നവരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങയെ പ്രത്യാശയോടെ നോക്കുന്നു, യഥാസമയം അങ്ങ് അവർക്ക് ആഹാരം കൊടുക്കുന്നു. പരമാത്മതയോടും സത്യസന്ധതയോടും കൂടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം സഹായകനായിട്ട് വരും. ദൈവം ഏതെല്ലാം നിലകളിലാണ് സഹായകനായിട്ട് വരുന്നതെന്നാണ് നമ്മൾ രണ്ടാമത് വായിച്ച ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിരാശപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവം സഹായകനായിട്ട് വരും. നിരാശരായിരിക്കുന്നവരെ അവിടെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. നിരാശയോടുകൂടെ ഇരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ആശ നഷ്ടപ്പെട്ടു, അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചു, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി, തോൽവി വന്നു, നഷ്ടങ്ങൾ വന്നു, അപ്രതീക്ഷിത രോഗങ്ങൾ ജീവിതത്തിൽ വന്നു. മനുഷ്യ ജീവിതത്തിന് നേരിടുന്ന എല്ലാ തിരിച്ചടികളും ഒരു നിശ്ചിത സമയത്തേക്ക് മനുഷ്യനെ എങ്ങനെയാക്കി തീർക്കുന്നു? നിരാശയിലേക്ക് കൊണ്ടുപോകും. എത്ര കരുത്തരാണെന്ന് പറഞ്ഞാലും ചിലർ പുറമേ കാണിക്കത്തില്ല, പക്ഷെ ഒരു ഉള്ളിൽ നിരാശയുണ്ട്. മനസ്സിന്റെ ധൈര്യത്തിനും മനസ്സിന്റെ കരുത്തിനും അനുസരിച്ച് അത് കൂടി കുറഞ്ഞു ഇരിക്കും. ഒരു നിരാശ ചിലർ പുറലോകം ചിലർ അറിയും, ചില നിരാശകൾ പുറലോകം അറിയുന്നില്ല. പുറലോകം അറിയാതെ വരുന്നത് അവർ അത്രയും കരുത്തരാണെന്നുള്ളതാണ്. ഇനി പുറലോകം അറിയുന്നില്ലെങ്കിലും അവർ ഉള്ളിൽ എന്താണ്? ഉള്ളിൽ നിരാശയുണ്ട്. സങ്കീർത്തനക്കാരൻ വായിക്കുമ്പോൾ മറ്റൊരു വേദഭാഗത്ത് പറയുന്നുണ്ട്, എന്റെ ഉള്ളിലെ വിചാരങ്ങളാൽ ഞാൻ അസ്വസ്ഥനായി തീർന്നപ്പോൾ നിന്റെ ആശ്വാസങ്ങൾ കൊണ്ട് എന്നെ ബലപ്പെടുത്തി. പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല, പുറമേ നിരാശയുടെ ഒരു ലക്ഷണവും കാണാനായിട്ട് കഴിയുന്നില്ല. ആരോടും പങ്കുവെക്കാതെ ഉള്ളിൽ അടങ്ങി നിൽക്കുന്ന നിരാശയുടെ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ അങ്ങയുടെ ആശ്വാസങ്ങൾ എന്നെ ബലപ്പെടുത്തി. ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്നുയർന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, പരമാർത്ഥതയോടും സത്യസന്ധതയോടും ആത്മീയ മൂല്യങ്ങളോടും കൂടെ ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോയാൽ ദൈവം സമീപസ്ഥനാണ്. ആ ദൈവം സമീപസ്ഥൻ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാം ഭാഗം ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അപ്രതീക്ഷിതവും അവിചാരിതവുമായ നിങ്ങളുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന സകല നിരാശകളിലും നിങ്ങളുടെ ദൈവം നിങ്ങളുടെ സഹായകനായി നിങ്ങളോട് കൂടെയുണ്ട്. നിരാശകളിൽ കൈവിട്ടു പോകുന്നവനല്ല, ബലഹീനതകളിൽ കൈവിട്ടു പോകുന്നവനല്ല, തടയപ്പെടുമ്പോൾ നമ്മെ കൈവിട്ടു പോകുന്നവനല്ല. നമ്മുടെ നിരാശയ്ക്ക് കാരണമായ സാഹചര്യങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ട് അതിനെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു ആത്മബലം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ ആരാധനാലയത്തിൽ അത് നിങ്ങൾ തുറന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് ആരാധന മനോഭാവത്തോടെ ഓരോ ദൈവമക്കളും അതെ ദൈവത്തിന്റെ സഹായകനായ എന്നോട് കൂടെ ഉണ്ടാകും. ദൈവത്തിന് സകല നിരാശകൾ, ഞാനത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിരാശകൾ നിങ്ങൾക്കറിയാം. ഏതേത് വിഷയത്തിന്റെ മേലാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിങ്ങളായിരിക്കുന്നത്, അതുപോലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂതായിട്ട് അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പറ, ഈ ലോകത്തിൽ എന്നെ താങ്ങാനും എന്നെ സഹായിക്കാനും ആരുമില്ല, പക്ഷേ ഞാൻ പരമാത്മതയോടുകൂടെ സേവിക്കുന്ന എന്റെ ദൈവം എന്റെ സഹായകനായിട്ട് വരും. ഞാൻ സത്യസന്ധമായി വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ദൈവം എന്റെ സഹായകനായിട്ട് വരും, എന്റെ രക്ഷകനായിട്ട് വരും, എന്റെ ഉദ്ധാരകനായിട്ട് വരും. അത് വിശ്വസിച്ചുകൊണ്ട് ആ സങ്കീർത്തന ഭാഗത്തിൽ നിങ്ങൾ വ്യക്തിപരമായി ഭവനത്തിലായിരിക്കുമ്പോൾ കൈവച്ചുകൊണ്ട് ആത്മനിറവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. അതേ കർത്താവ്, ഇത് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ സഹായം ഞാൻ ആത്മാവിൽ കാണുന്നു. കർത്താവ്, എന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഒരു സാധ്യതയും എന്റെ മുമ്പിലില്ല, പക്ഷേ ഈ വചനത്തിലൂടെ അങ്ങയുടെ വിടുതൽ ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് വിശ്വസിച്ച ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞാൽ ഇന്ന് പകൽ ദൈവാത്മാവിനെ ദൂത് പറയുവാനായിട്ടുണ്ട്. വിടുതലിന്റെ സാക്ഷ്യം പങ്കുവെപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നിരാശരായിരിക്കുന്നവരെ അവൻ സഹായിക്കും. പിന്നെ വീണു പോകുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു? എഴുന്നേൽപ്പിക്കുന്നു. വീണു പോകുന്നവരെ ദൈവം എന്ത് ചെയ്യുന്നു?
അവിടെ ശരീരം കൊണ്ട് മാത്രമല്ല, പല നിലകളിൽ മനസ്സുകൊണ്ടും എല്ലാം വീണു പോകുന്ന ആളുകളുണ്ട്. അവിടെ പറയുന്നത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വീണാ പിന്നെ എന്താണ്? മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം, അല്ലേ? ഒരാൾ വീണാൽ വീണടുത്ത് തന്നെ കിടന്നുകൊണ്ട് പിന്നെ പോകാൻ പറ്റുമോ? ഇല്ല. എഴുന്നേൽക്കണം. എഴുന്നേൽപ്പിക്കുകയോ ചെയ്യണം. പറഞ്ഞാൽ എഴുന്നേറ്റ് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നാലാണ് പിന്നെ ആൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. മനസ്സുകൊണ്ട് വീണു പോകാം, അത്യാത്മീയതയിൽ വീണു പോകാം, ആത്മീയമായിട്ട് നമ്മൾ വീണു പോകാം. നമ്മുടെ പ്രാർത്ഥന ജീവിതം പോയി, നമ്മുടെ ആരാധന ജീവിതം പോയി, നമ്മുടെ വിശ്വാസം പോയി. ദൈവത്തിന് സ്തോത്രം. പല കാരണങ്ങൾക്കാണ്. ശരീരം കൊണ്ടും ഒരുപക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകൾ കടന്നു പോകും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മീയ മണ്ഡലത്തിലും പലപ്പോഴും നമ്മൾ വീണു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? നമ്മുടെ പരമാർത്ഥതയും നമ്മുടെ സത്യസന്ധതയും മനസ്സിലാക്കി തക്ക സമയത്ത് സഹായകനായിട്ട് വന്നിട്ട് ആ വീഴ്ചയിൽ നിന്ന് അതിവേഗം നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റു സങ്കീർത്തനക്കാരൻ പറയുന്നു, ഓർത്തോളം ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും ദൈവം എനിക്ക് സഹായകനായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എപ്പോഴും നമ്മെ പീഡിപ്പിക്കാൻ നോക്കുന്ന സാഹചര്യങ്ങളായി എവിടെയും കാണാനായിട്ട് കഴിയുന്നത്. ശരീരം കൊണ്ട് വീണുപോവാൻ, മനസ്സുകൊണ്ട് വീഴാൻ, ആത്മീയത്തിൽ നമ്മൾ വീണുപോകാനായിട്ട് എപ്പോഴും ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സഹായകനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ, അബ്രഹാമിനോട് ചേർന്ന് നടന്നതുപോലെ, നമ്മുടെ പിതാക്കന്മാരോട് ചേർന്ന് നടന്നതുപോലെ, പുതിയ വിശുദ്ധന്മാരോട് ചേർന്ന് നടന്നതുപോലെ നമ്മുടെ പരമാർത്ഥത മനസ്സിലാക്കി ചേർന്ന് നടക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ സഹായകൻ ഒരു സാധാരണക്കാരനായ സഹായകനല്ല. എന്റെ സഹായകൻ ആരാണെന്ന് ലോകമേ ഞാൻ പറയാ, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ഒരു ദൈവമാണ് എന്റെ സഹായകൻ. ഈ നല്ല സഹായകൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മാവിൽ ചാടി എഴുന്നേറ്റ് കുതിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ആത്മബലമായി തീരും. അത് ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരമാണ്. അടുത്ത കാര്യം എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അറിയാമോ? 15-ാമത്തെ വാക്യം വായിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി നീ തക്ക സമയത്ത് അവർക്ക് ഭൗതിക വിഷയങ്ങളിൽ സഹായകനായിട്ട് ദൈവം വരും. ഭൗതിക കാര്യങ്ങളുടെ അപര്യാപ്തത. ഭക്ഷണം എന്ന് പറയുന്നതാണ് മനുഷ്യ ജീവന്റെ നിലനിൽപ്പ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യത്തിൽപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പുതിയ നിയമ വീക്ഷണത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് ചപ്പാത്ത് മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, മനുഷ്യന്റെ ഭൗതികപരമായിരിക്കുന്ന കാര്യങ്ങൾ. അത് ഭക്ഷണമായിരിക്കാം, അതീതര കാര്യങ്ങളായിരിക്കാം, ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന പല പല കാര്യങ്ങളും. ദൈവത്തിന് സ്തോത്രം. അവിടെയും പരമാർത്ഥതയും സത്യസന്ധതയും മനസ്സിലാക്കി ദൈവം സഹായകനായിട്ട് വരുന്നു. ദൈവം സഹായകനായിട്ട് വരുന്നു. പഴയ തിരുവെഴുത്തിലും പുതിയ തിരുവെഴുത്തിലും എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 40 വർഷത്തെ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലെ ദൈവം കൊടുത്ത ആഹാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ശക്തിമാന്മാരുടെ ആഹാരം കഴിച്ചെന്നാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്താ അവിടെ സംഭവിച്ചത്? അവരുടെ ഇടയില് ഒരു ബലഹീനനുമില്ല. ഇവിടെ എത്ര സൈസ് ആഹാരം മാറി മാറി കഴിച്ചാലാണ് ഒരു പരുവത്തിന് ആരോഗ്യത്തോടെ പോകാൻ കഴിയുന്നത്? എന്നും റൊട്ടിയല്ലോ, എന്നും ഇറച്ചിയല്ലോ, എന്നും മീനല്ലോ. മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യ ശരീരത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി, പ്രായാധിക്യത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി, ബലഹീനത മനസ്സിലാക്കി, തിരിച്ചും മറിച്ചും തിരിച്ചും രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകുന്നേരം ഒന്ന്, ഇനി തലേദിവസം കഴിച്ചതല്ല പിറ്റേ ദിവസം കഴിക്കുന്നത്. അപ്പൊ വൈറ്റമിൻ ആഹാരങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ കഴിച്ചാൽ പോലും അവസാനം എന്തെല്ലാം പ്രശ്നങ്ങള്. പക്ഷെ ഒറ്റ ആഹാരം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, അവരുടെ ജീവന്റെ നിലനിൽപ്പിനും ശരീരത്തിന്റെ നിലനിൽപ്പിന് 40 വർഷം അവരിടയിൽ ഒറ്റ ബലഹീനനുമില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിന് പറയാനായിട്ട് കഴിയുന്നു, ദൈവത്തിന്റെ സഹായത്താൽ കിട്ടുന്ന ഭൗതിക നന്മ എന്ന് പറയുന്നത് നമ്മെ ആത്മീയ ശാരീരിക ബലത്തിലേക്ക് എത്തിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തെ വിട്ടിട്ടുള്ള എത്ര ഓട്ടം നമ്മൾ ഓടി എന്തെല്ലാം നേടിയാലും അവിടെ പരിമിതികൾ മാത്രമേ കാണാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തോട് ചേർന്ന് ആ കരത്തിൽ നമുക്ക് കിട്ടുന്നത്, ആ സാന്നിധ്യത്തിൽ നമുക്ക് കിട്ടുന്നത്
ആ നിറവിൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായ രീതിയിൽ നമ്മെ ആത്മബലത്തിലേക്കും ശാരീരികമായ ബലത്തിലേക്കും എത്തിക്കുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയുന്നു, ദൈവം സഹായകനാണ്. മൂന്നാമത്തെ ചിന്ത എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ഭൗതിക മണ്ഡലങ്ങളിലെ നിറവിന് വേണ്ടി നമ്മുടെ ദൈവം സഹായകനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഈ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെയുണ്ട്. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ആത്മീയ ചിന്തകൾ നമ്മുടെ ആത്മീയ പോഷണത്തിന് സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്ന കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാണ്.